നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇനി പരീക്ഷാകാലം. SLC +1 പരീക്ഷകൾ വ്യാഴാഴ്ച തുടങ്ങും. കാസർഗോഡ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 58,721 വിദ്യാർത്ഥികൾ. SLC പരീക്ഷയ്ക്കായി 160ഉം ഹയർ സെക്കൻഡറിക്കായി 101 സെന്ററുകളുമാണ് ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. കാസർഗോഡ് കുറ്റവാളികൾക്ക് പൂട്ടിട്ട് ബേക്കൽ പോലീസ്. നിരവധി ക്ഷേത്ര മോഷണ കേസുകളിലെയും പെരിയ കവർച്ചാ കേസിലെയും പ്രതികൾ പിടിയിൽ. പരത്തടി ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് അവതരണം നടന്നു. വൈസ് പ്രസിഡന്റ് പത്മകുമാരി ബജറ്റ് അവതരിപ്പിച്ചു. കാഞ്ഞങ്ങാട് ടൗണിൽ മുതിർന്ന പൗരന്മാർക്ക് പകൽ വിശ്രമ കേന്ദ്രം പണിയണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. കാരാട്ടുവയൽ പെൻഷൻ ഭവനിൽ വെച്ച് നടന്ന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുജാത ഉദ്ഘാടനം ചെയ്തു. തണ്ണിമത്തൻ കൃഷിയിൽ വിജയഗാഥയുമായി രാവണേശ്വരം തണ്ണോട്ടെ ഉമ JLG ഗ്രൂപ്പ്. 2026 വർഷത്തെ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നു. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തിയ അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം നിർമ്മിച്ച മിനി ഇൻഡോർ സ്റ്റേഡിയം ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ VV രമേശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചേറ്റുകൊണ്ട് മീത്തൽ വീട് തറവാട്ടിൽ വയനാട്ടുകുലവൻ തേയുംകെട്ടിന് കൂവം അളന്നു. വാർത്തകൾ വിശദമായി. ഇനി പരീക്ഷാകാലം. SLC +1 പരീക്ഷകൾ വ്യാഴാഴ്ച തുടങ്ങും. കാസർഗോഡ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 58,721 വിദ്യാർത്ഥികൾ. SLC പരീക്ഷയ്ക്കായി 160ഉം ഹയർ സെക്കൻഡറിക്കായി 101 സെന്ററുകളുമാണ് ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. SSLC ഹയർ സെക്കൻഡറി VHSC കുട്ടികൾക്ക് ഇനി പരീക്ഷാകാലം. വ്യാഴാഴ്ച മുതലാണ് പരീക്ഷകൾ ആരംഭിക്കുന്നത്. +2 പരീക്ഷ വെള്ളിയാഴ്ച തുടങ്ങും. 10,701 ആൺകുട്ടികളും 9,971 പെൺകുട്ടികളുമാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതുന്നത്. പട്ടികജാതി വിഭാഗത്തിൽ 746ഉം പട്ടികവർഗ വിഭാഗത്തിൽ 1079 കുട്ടികളും പരീക്ഷാ കേന്ദ്രങ്ങളിലെത്തും. ഹയർ സെക്കൻഡറിയിൽ 38,027 കുട്ടികളാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത്. ഇതിൽ +1ന് 16,952 റെഗുലർ വിദ്യാർത്ഥികളും 1,382 ഓപ്പൺ വിദ്യാർത്ഥികളുമടക്കം 18,334 കുട്ടികളും, +2വിൽ 17,945 റെഗുലർ വിദ്യാർത്ഥികളും 1,784 ഓപ്പൺ വിദ്യാർത്ഥികളുമടക്കം 19,693 കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. കൂടാതെ 13,372 കുട്ടികൾ +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. TIHSS നയന്മാർ മൂലയിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ SSLC പരീക്ഷ എഴുതുന്നത്. 785 വിദ്യാർത്ഥികൾ. ഏറ്റവും കുറവ് കുട്ടികളുള്ളത് GHS മൂടംവയലിലാണ്. 17 വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത്. കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിൽ കാഞ്ഞങ്ങാട് ദുർഗ HSലാണ് കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത്. 542 വിദ്യാർത്ഥികൾ. കുറവ് GHS പെരുമ്പട്ടയിലും AVNHSS പെരിയയിലുമാണ്. 19 വീതം കുട്ടികളാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷ സുഗമമായി എഴുതാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കുറ്റവാളികൾക്ക് പൂട്ടിട്ട് ബേക്കൽ പോലീസ്. നിരവധി ക്ഷേത്ര മോഷണ കേസുകളിലെയും പെരിയ കവർച്ചാ കേസിലെയും പ്രതികൾ പിടിയിൽ. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വിവിധ ഭാഗങ്ങളിൽ നടന്ന മോഷണ കേസുകളിൽ മിന്നൽ വേഗത്തിൽ പ്രതികളെ പിടികൂടി ബേക്കൽ പോലീസ്. ഉദുമയിലെ ക്ഷേത്രത്തിൽ ഭണ്ഡാരം കവർന്ന പ്രതിയെ മണിക്കൂറുകൾക്കകമാണ് വലയിലാക്കിയത്. പെരിയയിൽ നടന്ന വൻ കവർച്ചയിലെ പ്രതികളെയും പോലീസ് സാഹസികമായി പിടികൂടി. ഉദുമ കൊങ്കിണിവളപ്പിൽ അമ്പലത്തിൽ നടന്ന ഭണ്ഡാരം മോഷണക്കേസിലെ പ്രതിയായ ഉദുമ മാർക്കറ്റ് റോഡ് സ്വദേശി സജിത്ത് KV എന്ന കുളിയൻ സജിത്താണ് അറസ്റ്റിലായത്. ഫെബ്രുവരി 27നും മാർച്ച് 1നും ഇടയിൽ അമ്പലത്തിന്റെ വരാന്തയിൽ സൂക്ഷിച്ചിരുന്ന ഭണ്ഡാരമാണ് പ്രതി കവർന്നത്. ബേക്കൽ സബ് ഇൻസ്പെക്ടർ വിനോദ് കുമാർ Kയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരി 7ന് പെരിയ നാലക്രയിലെ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ നിന്ന് 6.25 പവൻ സ്വർണ്ണാഭരണങ്ങളും 1 ലക്ഷം രൂപയും കവർന്ന കേസിലെ പ്രതികളെയാണ് പോലീസ് തന്ത്രപരമായി പിടികൂടിയത്. പാലക്കാട് അയിലൂർ കുളക്കൽപ്പറമ്പ് സ്വദേശി ജലീൽ, ആലമ്പാടി മുണ്ടോൾ ഹൌസിലെ അബ്ദുൾ ലത്തീഫ് എന്നിവരാണ് പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ 2 പ്രതികളെയും റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ബേക്കൽ.
പനത്തടി ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് അവതരണം നടന്നു. വൈസ് പ്രസിഡന്റ് പത്മകുമാരി ബജറ്റ് അവതരിപ്പിച്ചു. പനത്തടി ഗ്രാമപഞ്ചായത്ത് 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 37,89,77,396 രൂപ പ്രതീക്ഷിത വരവും 37,42,3873 രൂപ ചെലവും 47,73,523 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന 2026-27 വർഷത്തേക്കുള്ള പനത്തടി പഞ്ചായത്ത് ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പത്മകുമാരി അവതരിപ്പിച്ചു. 2026-27 ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി 2025-26 വർഷത്തെ പദ്ധതിയുടെ സ്ഥിതി വിശകലനം ചെയ്യുന്നു. ഉൽപാദന മേഖലയിൽ 1,70,84,393 രൂപ വകയിരുത്തിയതിൽ 70,73,015 രൂപ നിലവിൽ ചെലവഴിച്ചിട്ടുണ്ട്. പ്ലാൻ ഫണ്ട് അവസാന ഗഡു ലഭിക്കുന്ന മുറയ്ക്ക് ചെലവ് ശതമാനം ഉയരുമെന്നാണ് പ്രതീക്ഷ. വനിതാ ഘടക പദ്ധതിക്കായി വകയിരുത്തിയ 44,65,750 രൂപയിൽ 2,54,160 രൂപ നിലവിൽ ചെലവ് വന്നിട്ടുണ്ട്. സ്വയം തൊഴിൽ സംരംഭങ്ങൾ വായ്പാ ബന്ധിതമായതിനാൽ ഗുണഭോക്താക്കൾ കടന്നുവരാൻ മടിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, സ്വയം തൊഴിൽ എന്നിവ അടങ്ങിയ ഉൽപാദക മേഖലയ്ക്കായി 1,01,03,000 രൂപ വകയിരുത്തി. ലൈഫ് PMAY ഭവന പദ്ധതിക്കായി 5 കോടി രൂപ നീക്കിവെച്ചു. ശുചിത്വം, കുടിവെള്ള പദ്ധതികൾക്കായി 1,25 ലക്ഷം രൂപയും ആരോഗ്യ മേഖലയിലെ വിവിധ പദ്ധതികൾക്കായി 75 ലക്ഷം രൂപയും നീക്കിവെച്ചു. വനിതാ ക്ഷേമ പദ്ധതികൾക്കായി 35 ലക്ഷം രൂപയും വയോജന ക്ഷേമത്തിനായി 33,67,100 രൂപയും ഭിന്നശേഷി വിഭാഗക്കാർക്കായി 21 ലക്ഷവും വകയിരുത്തി. കുട്ടികളുടെ മേഖലയ്ക്കായി 17 ലക്ഷം രൂപയും പശ്ചാത്തല മേഖല റോഡ് ഫണ്ട് ഇനത്തിൽ 3,49,46,000 രൂപയും പശ്ചാത്തല മേഖല റോഡിതര ഫണ്ടിനത്തിൽ 91,81,000 രൂപയും നീക്കിവെച്ചു. പഞ്ചായത്തിലെ ടൂറിസം മേഖലയുടെ വികസനത്തിനായി പാണത്തൂർ ടൗൺ സൗന്ദര്യവൽക്കരണത്തിന് 2 ലക്ഷം രൂപയും ടൂറിസ്റ്റ് മേഖലയുടെ വിവിധ ഡെസ്റ്റിനേഷനുകൾ കണ്ടെത്തി DPR തയ്യാറാക്കുന്നതിനായി 2 ലക്ഷം രൂപയും നീക്കിവെച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് P. രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് അലി ഇർഷാദ് സ്വാഗതം പറഞ്ഞു. ഭരണസമിതി അംഗങ്ങൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, മാധ്യമപ്രതിനിധികൾ, പ്രൊമോട്ടർമാർ തുടങ്ങിയവർ ബജറ്റ് അവതരണത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ടൗണിൽ മുതിർന്ന പൗരന്മാർക്ക് പകൽ വിശ്രമ കേന്ദ്രം പണിയണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. കാരാട്ടുവയൽ പെൻഷൻ ഭവനിൽ വെച്ച് നടന്ന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുജാത ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരത്തിൽ മുതിർന്ന പൗരന്മാർക്ക് പകൽ വിശ്രമ കേന്ദ്രം പണിയണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. കാരാട്ടുവയൽ പെൻഷൻ ഭവനിൽ വെച്ച് നടന്ന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുജാത ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പെട്ടെന്ന് ഒന്നുകൊണ്ടൊന്നും പറയാൻ പറ്റാത്ത കാരണം നമുക്കറിയാം, നമ്മുടെ സമ്മേളനങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്താനും അതുപോലെ തന്നെ പുതിയ കാലത്തിലേക്ക് പോകുമ്പോൾ ആവശ്യമായ ഒരു രീതിയിൽ പ്രവർത്തനം ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മുടെ സമ്മേളനങ്ങളൊക്കെ നടത്തുന്നത്. നേരത്തെ മാഷയോട് ചോദിക്കുമ്പോൾ വർഷം കൊണ്ടോറും നടത്തുന്ന സമ്മേളനം ആണ് അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ പെൻഷനേഴ്സ് യൂണിയൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരള രൂപീകരണത്തോടെ ഒപ്പം രൂപീകരിച്ച ഒരു സംഘടന എന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ഒരു ഒട്ടേറെ കാലം സർവീസിൽ ഇരുന്നുകൊണ്ട് പിന്നീടുള്ള ജീവിതം നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ നാടിൻ്റെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി വിനിയോഗിക്കുന്നവരാണ് നിങ്ങളൊക്കെ. ഒട്ടേറെ അറിവുകൾ പല മേഖലകളിൽ ജോലി ചെയ്തതുകൊണ്ട് തന്നെ ഒട്ടേറെ അനുഭവ സമ്പത്തും പരിചയ സമ്പന്നതയും കൊണ്ട് അറിവും കൊണ്ട് ഏറ്റവും കൂടുതൽ ഉന്നത നിലയിൽ നിൽക്കുന്നവരാണ് പല പെൻഷനേഴ്സുകൾ. നമുക്കറിയാം, നമ്മുടെ സംഘടന ഒട്ടേറെ പോരാട്ട സമരങ്ങളിലൂടെ നേടിയെടുത്ത നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച സംഘടനയാണ്.
ബി പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. കെ വി ഗോവിന്ദൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കെ ചന്ദ്രശേഖരൻ പ്രവർത്തന റിപ്പോർട്ടും വി സുരേന്ദ്രൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. എസ് ഗോപാലകൃഷ്ണൻ, പി രാമചന്ദ്രൻ മാസ്റ്റർ, പി വി നിർമ്മല, വി വി ബാലകൃഷ്ണൻ, പി വി കമലാക്ഷി എന്നിവർ സംസാരിച്ചു. കെ രവിവർമ്മൻ സ്വാഗതവും വി കുഞ്ഞികൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണവും പ്രേമലത പ്രമേയവും അവതരിപ്പിച്ചു. കെ വി കുഞ്ഞികൃഷ്ണൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തണ്ണിമത്തൻ കൃഷിയിൽ വിജയഗാഥയുമായി രാവണേശ്വരം തണ്ണോട്ടെ ഉമ ജെഎൽജി ഗ്രൂപ്പ്. 2026 വർഷത്തെ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി തുളസി നിർവഹിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡ് രാവണേശ്വരം തണ്ണോട്ട് തണ്ണിമത്തൻ കൃഷിയിൽ വിജയഗാഥ രചിച്ച കുടുംബശ്രീ ഉമ ജെഎൽജി ഗ്രൂപ്പിലെ അംഗങ്ങൾ 2012-ൽ 6 അംഗങ്ങൾ ചേർന്ന് രൂപീകരിച്ചതാണ് ഉമ ജെഎൽജി ഗ്രൂപ്പ്. 3 ഏക്കറോളം വരുന്ന തരിശുഭൂമിയിൽ നെൽകൃഷി ചെയ്ത് കൃഷിയോഗ്യമാക്കി മാറ്റിക്കൊണ്ടാണ് ഇവർ കാർഷിക വൃത്തിയിൽ തങ്ങളുടേതായ കഴിവ് തെളിയിച്ചത്. അന്നു മുതൽ ഇന്നുവരെ ഇവർ ഈ സംരംഭം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കാലത്തിനനുസരിച്ച് കൃഷിരീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് 2022-ൽ മോഡൽ CDSന്റെ ഭാഗമായി 1 ഏക്കർ സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷിയും ചെയ്തിരുന്നു. ഇതിൽ വലിയ ലാഭമൊന്നും കിട്ടിയില്ലെങ്കിലും കൃഷിരീതിയിൽ ഒരു പുതുമ പരീക്ഷിക്കുന്നതിന് ഇവർക്ക് സാധിച്ചു. തണ്ണിമത്തൻ കൃഷിയിലും വലിയ ലാഭമൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഇവർ കൃഷിയിലേക്ക് തിരിഞ്ഞത്. കൃഷിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് അംഗങ്ങളായ രജനി ശശി, ശോഭ സുരേന്ദ്രൻ, സാവിത്രി നാരായണൻ, പി സരസ്വതി എന്നിവർ ചേർന്ന് തണ്ണിമത്തൻ കൃഷി ചെയ്തിരിക്കുന്നത്. ചോളം, വെള്ളരി, മത്തൻ, കുമ്പളം, പയർ എന്നിങ്ങനെയുള്ള കൃഷിയും മഴക്കാലത്ത് നെൽകൃഷി, മധുരക്കിഴങ്ങ്, വെണ്ട, കപ്പ കൃഷിയും ഇവർ ചെയ്തു പോരുന്നു. 14 വർഷത്തെ പ്രയത്നം ഇവരെ നല്ലൊരു കർഷകരാക്കി മാറ്റുന്നതിന് സഹായകമായി. പഞ്ചായത്ത് നമ്മുടെ 3-ാം വാർഡിൽ ഉമ ജെഎൽജി ഗ്രൂപ്പ് രൂപീകരിച്ചിട്ട് 2012 മുതൽ ഒരു 14 വർഷത്തോളമായി രൂപീകരണം നടന്നിട്ട് അന്ന് മുതൽ ഇന്ന് വരെ തരിശുഭൂമി കൃഷി ചെയ്തും അതുപോലെ തന്നെ മഴക്കാലത്തും അതുപോലെ തന്നെ വേനൽക്കാലത്ത് കണ്ടത്തിലും കൃഷി ചെയ്തുകൊണ്ട് അവരുടെ കൃഷി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും സ്ഥിരമായി തണ്ണിമത്തൻ 2023 മുതൽ 2026 വരെ 4 വർഷത്തോളം കാലമായി കൃത്യമായി തന്നെ അവർ തണ്ണിമത്തനും അതുപോലെ തന്നെ ചോളം, വെള്ളരി കൃഷി ചെയ്തുകൊണ്ട് അവരുടെ ദൗത്യം പൂർത്തീകരിക്കുകയാണ്. ജില്ലാ മിഷന്റെ ഭാഗത്തു നിന്ന് നാമമാത്രമായ സഹായം ലഭിക്കുന്നുണ്ടെങ്കിലും ഭാവിയിൽ കൃഷി വികസനത്തിന് ആവശ്യമായ കൂടുതൽ സഹായം പഞ്ചായത്ത് തലങ്ങളിൽ നിന്ന് ലഭിക്കുമെന്ന് ഇവർക്ക് പ്രത്യാശയുണ്ട്. കാട്ടുപന്നിയുടെയും മയിലിന്റെയും ശല്യം കൃഷിയുടെ വിജയത്തിന് ഇവർക്ക് വിലങ്ങുതടിയായി നിൽക്കുന്നു. 2026 വർഷത്തെ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിലാണ് നടന്നത്. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി വി തുളസി ഉദ്ഘാടനം നിർവഹിച്ചു. നെല്ലും കൂടെ ഉൽപാദന മേഖലക്കകത്ത് കൊണ്ടുവന്ന് നെൽകൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും തരിശുരഹിത പാടമാക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമുക്ക് നമ്മുടെ അജാനൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് തരിശുരഹിത പാടമാക്കണമെന്നുള്ളതാണ് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. ഈ 5 വർഷക്കാലം കൊണ്ട് ഏറ്റവും നന്നായി നമ്മുടെ നാടിനകത്ത് ആവശ്യമുള്ള പച്ചക്കറികളും നെല്ലുകളും ഒരു അജാനൂർ റൈസ് എന്ന പേരിൽ തന്നെ നമുക്കൊരു കൃഷി രീതിയെ കൊണ്ടുവരികയും നെല്ലുൽപാദന മേഖലയിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത്. എല്ലാ തരത്തിലുള്ള കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനവും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രതീഷ് വെള്ളംതട്ട അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ അശ്വിനി രവി, CDS മെമ്പർ MS ബ്രീജ,
വാർഡ് കുടുംബശ്രീ ADS സെക്രട്ടറി പ്രസിഡന്റുമാരായ ശ്യാമള നാരായണൻ, ഗീതാ വിജയൻ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. JLG പ്രസിഡന്റ് രജനി ശശി, P സരസ്വതി എന്നിവർ കൃഷി രീതിയെക്കുറിച്ച് സംസാരിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് കുമാർ കാലിക്കടവ്, ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ O മനു, CP ശ്രുതി എന്നിവരും പങ്കെടുത്തു. മുൻ CDS മെമ്പർ ശ്യാമള ശ്രീധരൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം നിർമ്മിച്ച മിനി ഇൻഡോർ സ്റ്റേഡിയം E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ VV രമേശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് വികസന പാക്കേജിൽ പെടുത്തി അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡ് സമീപം നിർമ്മിച്ച മിനി ഇൻഡോർ സ്റ്റേഡിയം E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. 2 വർഷം മുമ്പ് തന്നെ പൂർത്തീകരിച്ചതാണെങ്കിൽ പോലും പിന്നീട് അതിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നതുകൊണ്ടാണ് ഇത്ര വൈകിപ്പോയത്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഭംഗിയായി ഇപ്പോൾ നമുക്ക് ഒരു പ്രയാസവുമില്ലാതെ കളിക്കാൻ താല്പര്യമുള്ളവർക്ക് കളിക്കാൻ കഴിയുന്ന ഭാഗത്തിൽ ഇൻഡോർ സ്റ്റേഡിയം മാറിയിരിക്കുകയാണ്. സ്പെഷ്യൽ ഓഫീസർ ഒരു കാവ്യാത്മകമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്വാഗത പ്രസംഗം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ എന്താണ് കായിക രംഗത്തിൻ്റെ പ്രാധാന്യമെന്നത് അദ്ദേഹം നല്ലതുപോലെ അവതരിപ്പിക്കുകയുണ്ടായി. ഇന്ന് ഏതൊരു രക്ഷിതാവും കുട്ടികൾ പഠിക്കണം എന്ന് ചിന്തിക്കുന്നതോടൊപ്പം കളിക്കണം എന്നും ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. കഴിഞ്ഞ കുറേ കാലമായി വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ കലാലയങ്ങളുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കപ്പെടുന്ന ചടങ്ങുകളിലെല്ലാം അവസരം കിട്ടുമ്പോഴൊക്കെ പറയാറുള്ള ഒരു കാര്യം ഞാൻ ഇവിടെയും ഓർമ്മിപ്പിക്കുകയാണ്. നഗരസഭാ അധ്യക്ഷൻ VV രമേശൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പ്രൊഫസർ P രഘുനാഥ് V വിശിഷ്ട അതിഥിയായി. നഗരസഭാ സ്ഥിര സമിതി അധ്യക്ഷരായ M സുമതി, മുഹമ്മദ് മുറിയനാവി, ഫൗസിയ ഫെരീഫ്, അവാർഡ് കൗൺസിലർ സൗമ്യ സുനിൽ, കാസർഗോഡ് വികസന പാക്കേജ് സ്പെഷ്യൽ ഓഫീസർ V ചന്ദ്രൻ, പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എഞ്ചിനീയർ M ജഗദീഷ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് പ്രകാശൻ പള്ളിക്കുടയൻ എന്നിവർ പ്രസംഗിച്ചു. ഒരേ സമയം 12-ലധികം കായിക വിനോദങ്ങൾ പരിശീലിപ്പിക്കാൻ കഴിയുന്ന സ്റ്റേഡിയമാണ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത്. പുല്ലൂർ പെരിയ പഞ്ചായത്ത് ശുചിത്വ പഠനോത്സവം. മികവുകളുടെ നേർക്കാഴ്ചയൊരുക്കി ശുചിത്വ അംബാസഡർമാരായി വിദ്യാർത്ഥികൾ. പഠനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സബിത CK ഉദ്ഘാടനം ചെയ്തു. മികവുകളുടെ നേർക്കാഴ്ചയൊരുക്കി പുല്ലൂർ പെരിയ ശുചിത്വ പഠനോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പരിധിയിലെ UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ നിന്ന് ഇക്കോ സയൻസ് ഹരിത സ്കോളർഷിപ്പിന് അർഹരായ കുട്ടികൾ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ കാവലാളായി മാറുന്ന കാഴ്ചകൾ പരിപാടിയിൽ പങ്കെടുത്ത ജനപ്രതിനിധികളെയും രക്ഷാകർത്താക്കളെയും അധ്യാപകരെയും ഏറെ സന്തോഷത്തിലാക്കി. ഹരിത വിദ്യാലയ റിയാലിറ്റി ഷോ പോലെ നേർസാക്ഷ്യമായി കുട്ടികൾ അവതരിപ്പിച്ച സ്കൂൾ ശുചിത്വ പ്രവർത്തന റിപ്പോർട്ടും വീഡിയോകളും പ്രദർശന ഉൽപ്പന്നങ്ങളും ഏറെ ശ്രദ്ധേയമായി. GHSS പെരിയയിൽ വെച്ച് നടന്ന പഞ്ചായത്ത് തല ശുചിത്വ പഠനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സബിത CK ഉദ്ഘാടനം ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മനോഹരമായിട്ടുള്ള തീരം ഈ അശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വലിയ മാലിന്യ കൂമ്പാരങ്ങളായിട്ട് പല സ്ഥലങ്ങളിലും, അത് ജനറലൈസ് ചെയ്ത് പറയുന്നതല്ല, ചില പ്രത്യേക പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു പ്രയാസം നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് ആരിലേക്കാണ് ഇതിന്റെ അവബോധം ഉണ്ടാകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഈ ഒരു വലിച്ചെറിയൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഏതൊക്കെ തരത്തിലുള്ള ക്ലാസ്സുകളും ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളല്ല, അവബോധപരമായിട്ടുള്ള അവബോധം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളെല്ലാം നടത്തിക്കഴിഞ്ഞാലും നമ്മുടെ ആളുകളിലേക്ക് അത് എത്തുന്നില്ല എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AV മിനി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഉഷ N നായർ, മെമ്പർമാരായ രതീഷ് A വേണു, പഞ്ചായത്ത് സെക്രട്ടറി അർജുൻ ബാലൻ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് സുമതി, PEC സെക്രട്ടറി A ബീന, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ BK ദീപ, ശുചിത്വ മിഷൻ RP വത്സരാജ്, PTA പ്രസിഡന്റ് സത്യൻ മഠത്തിൽ, MPTA പ്രസിഡന്റ്, സ്കൂൾ ശുചിത്വ കോർഡിനേറ്റർ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ജില്ലാ ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ CPV വിനോദ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി.
സ്കൂൾ പ്രിൻസിപ്പൽ വിശ്വംഭരൻ KV സ്വാഗതവും VEO നിജാഷ് A നന്ദിയും പറഞ്ഞു. പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഇക്കോ സയൻസ് സ്കോളർഷിപ്പും പ്രശംസാപത്രവും വിതരണം ചെയ്തു. മികച്ച വിദ്യാലയങ്ങളെ തെരഞ്ഞെടുത്തു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ GHSS കല്യോട്ടും, ഹൈസ്കൂൾ വിഭാഗത്തിൽ GHSS ഇരിയയും, UP വിഭാഗത്തിൽ GUPS പുല്ലൂരും, GVHSS അമ്പലത്തറ എന്നീ സ്കൂളുകളെ തെരഞ്ഞെടുത്തു. മികച്ച വിദ്യാലയങ്ങൾക്ക് ട്രോഫി സമ്മാനിച്ചു. പങ്കെടുത്ത എല്ലാ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ശുചിത്വ പ്രതിജ്ഞ ചെയ്ത പ്രകൃതിയുടെ കാവലാളായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. BRDCയുടെ സഹകരണ സംരംഭമായ കഫേ ഡി ബേക്കൽ പ്രവർത്തനം ആരംഭിച്ചു. ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. BRDCയുടെ സഹകരണത്തോടെ ആരംഭിച്ച കഫേ ഡി ബേക്കലിന്റെ ഉദ്ഘാടനം നടന്നു. ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ സന്തോഷകരമായ ഒരു ഒത്തുചേരലാണിത്. നേരിൽ എത്തണമെന്ന് കരുതിയതാണ്, പക്ഷേ ചില ഔദ്യോഗിക തിരക്ക് കാരണം എത്തിപ്പെടാൻ സാധിക്കാത്ത സ്ഥിതി വന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഓൺലൈനിൽ ഈ സന്തോഷത്തിന്റെ ഭാഗമാകുന്നത്. കേരളത്തിന്റെ ടൂറിസം മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നിലയിലേക്കുള്ള മുന്നേറ്റത്തിന്റെ കാലമാണിത്. നമ്മുടെ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചു, ഡെസ്റ്റിനേഷനുകൾ വികസിച്ചു, വലിയ നിലയിലെ ആളുകൾ കേരളത്തിലേക്ക് കടന്നു വരുന്നു. ഈ ഗവൺമെന്റ് വന്ന സമയത്ത് കോവിഡ് രൂക്ഷമായിരുന്നു. ഒരു വീട്ടിലെ തന്നെ മറ്റൊരു മുറിയിലേക്ക് ഒരു മനുഷ്യന് സഞ്ചരിക്കാൻ കോവിഡ് പ്രോട്ടോകോൾ തടസ്സമായിരുന്ന ഒരു കാലം. ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോകുന്നത് ആലോചിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ് നമുക്കറിയാം. ഓർത്തു നോക്കും നിങ്ങൾ ആ കോവിഡിന്റെ കാലം. ടൂറിസം മേഖല വെന്റിലേറ്ററിലായിരുന്നു. പ്രതിസന്ധി എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയുകയായിരുന്നില്ല. കോവിഡിന്റെ രൂക്ഷത കുറയുന്ന തൊട്ടടുത്ത ദിവസം മുതൽ എന്തൊക്കെ പദ്ധതികൾ ആവിഷ്കരിക്കണം, എങ്ങനെ ഇടപെടണം എന്നുള്ളതിന് ഓൺലൈനിൽ ടൂറിസം മേഖലയിലെ വിവിധ വിഭാഗങ്ങളുമായി ചർച്ച ചെയ്തു. അവരിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഉയർന്നു വന്ന അഭിപ്രായങ്ങൾ നടപ്പിലാക്കാനുള്ള വലിയ ശ്രമം ഗവൺമെന്റ് നടത്തി. ബേക്കൽ കോട്ടയ്ക്ക് സമീപമാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഉദുമ MLA CH കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. കഫേ ഡി ബേക്കൽ MD അഡ്വക്കേറ്റ് രാജ്കുമാർ KM റിപ്പോർട്ട് അവതരണം നടത്തി. BRDC ഡയറക്ടർ ഷാലു മാത്യു, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാധിക TV, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് ഹനീഫ കുന്നിൽ, പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ സമീറ, ബേക്കൽ DYSP ആസാദ് MP, ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ നസീബ് MA, കാസർഗോഡ് DTPC സെക്രട്ടറി ജിജേഷ് കുമാർ K എന്നിവർ സംസാരിച്ചു. BRDC MD ഷിജിൻ P സ്വാഗതവും അഡ്വക്കേറ്റ് K ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കണമെന്ന ആവശ്യം. അജാനൂർ പഞ്ചായത്ത് NRIG വർക്കേഴ്സ് യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ സമരത്തിന്റെ ഭാഗമായി അജാനൂർ തപാൽ ഓഫീസ് പിക്കറ്റിംഗ് സമരം നടത്തി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക, 4 ലേബർ കോഡുകൾ, വിത്ത് ബിൽ, വൈദ്യുതി ബിൽ എന്നിവ പിൻവലിക്കുക, കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹ, തൊഴിലാളി ദ്രോഹ, ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അജാനൂർ പഞ്ചായത്ത് NRIG വർക്കേഴ്സ് യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ സമരത്തിന്റെ ഭാഗമായി അജാനൂർ തപാൽ ഓഫീസ് പിക്കറ്റിംഗ് സമരം നടത്തി. സമരം ട്രേഡ് യൂണിയൻ നേതാവും CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗവുമായ M രാഘവൻ ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദിയുടെ കണ്ടുറപ്പിക്കാനാണ്. നാം ഏവരും അറിയുന്നത് പോലെ 2004 രാജ്യത്ത് അധികാരത്തിൽ വന്ന ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി ഭരണത്തിലേറിയ അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ്, മൻമോഹൻ സിംഗ് ഗവൺമെന്റ് സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഏറ്റവും വലിയ ജനാധിപത്യ വിപ്ലവത്തിന്റെ ഉത്തമ ഉദാഹരണമായിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന നിലയിലുള്ള ഈ പദ്ധതി ഈ രാജ്യത്ത് ഇടതുപക്ഷത്തിന്റെ കൈക്കുഞ്ഞാണ്. ഇടതുപക്ഷം വളർത്തിക്കൊണ്ടുവന്നതാണ്. ഒരുപക്ഷെ സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ മഹാത്മജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജിൽ അധിഷ്ഠിതമായ കാർഷിക മേഖലയുടെ സംരക്ഷണത്തിനായി ആയിരക്കണക്കിന് കർഷകരുടെ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിച്ചുകൊണ്ടുള്ള കോമൺ മിനിമം പ്രോഗ്രാമിന്റെ ഭാഗമായി ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയാണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PK കണ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ P കൃഷ്ണൻ കൊടാട്ട്, ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, M സേതു കുന്നുമ്പൽ, ഏരിയ പ്രസിഡന്റ് AV രാമചന്ദ്രൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ C സാവിത്രി, M സരസ്വതി, K കമലാക്ഷി, PF പെൻഷൻ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി P കാര്യമ്പു, M മീന എന്നിവർ സംസാരിച്ചു.
യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി NG പുഷ്പ സ്വാഗതം പറഞ്ഞു. രാവിലെ മുതൽ തന്നെ നിരവധി പ്രവർത്തകർ സമരത്തിൽ സംബന്ധിക്കാൻ വെള്ളിക്കോത്ത് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് എത്തിച്ചേർന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാമഗിരി രാമംകുന്ന് ശ്രീ വിഷ്ണുമൂർത്തി ദേവസ്ഥാന ജനറൽ ബോഡി യോഗവും ഊട്ടുപുര നവീകരണത്തിന്റെ ആദ്യ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട വ്യക്തികളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. രാമഗിരി രാമംകുന്ന് ശ്രീ വിഷ്ണുമൂർത്തി ദേവസ്ഥാന ജനറൽ ബോഡി യോഗവും ഊട്ടുപുര നവീകരണത്തിന്റെ ആദ്യ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട വ്യക്തികളെ ആദരിക്കൽ ചടങ്ങും നടന്നു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K. സബീഷ് പൊന്നാടി അണിയിച്ച് ഉപഹാരം നൽകി വ്യക്തികളെ ആദരിച്ചു. നമ്മുടെ നാട്ടിൽ ഇത്രയും സൗകര്യത്തോടു കൂടിയ ഒരു ഓഡിറ്റോറിയം അല്ലെങ്കിൽ ഒരു ഊട്ടുപുര ഈ അടുത്ത സ്ഥലങ്ങളിലൊന്നുമില്ല. വലിയ ഓഡിറ്റോറിയം എന്നത് കാഞ്ഞങ്ങാട് ടൗണിലോ അല്ലെങ്കിൽ മാണിക്കൂത്തലോ പോയാൽ ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് ഇത്രയും സൗകര്യത്തോടു കൂടി നമ്മുടെ നാട്ടിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ടാക്കുക എന്നുള്ളത് വലിയ ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. ആ ശ്രമകരമായിട്ടുള്ള ദൗത്യം ഏറ്റെടുക്കുകയും അത് ഭംഗിയായി നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും ഈ വലിയ ഇടപെടലാണ് അതിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ളത്. അവരുടെ ആശയവും അതിന് ആദ്യഘട്ടത്തിൽ ഇടപെട്ട ആളുകൾ എന്ന നിലയിൽ അവർക്കുള്ള ആദരവാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അവരുടെ കഠിന പ്രയത്നവും അതിനുശേഷം വന്നിട്ടുള്ള കമ്മിറ്റി അംഗങ്ങളുടെയും അമ്പല കമ്മിറ്റിയുടെ എല്ലാം ഭാഗമായി നാട്ടുകാരുടെ എല്ലാം കഠിന പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാം തന്നെ ആഗ്രഹിച്ച നിലയിലേക്ക് അതിനെ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ദേവസ്ഥാന പ്രസിഡന്റ് സുമേഷ് P. അധ്യക്ഷത വഹിച്ചു. ദേവസ്ഥാന സെക്രട്ടറി ഷിബു വാണിയമ്പാറ സ്വാഗതവും പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ദേവസ്ഥാന ട്രഷറർ സുരേന്ദ്രൻ K. നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. SBI പെൻഷനേഴ്സ് ആൻഡ് റിട്ടയേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി വാർഷിക ജനറൽ ബോഡി യോഗം നടത്തി. സിൽവർ ജൂബിലി വാർഷിക ജനറൽ മീറ്റിംഗിന് മുന്നോടിയായാണ് പടന്നക്കാട് ഗുഡ് ഷെപ്പേർഡ് ചർച്ച് ഹാളിൽ സമ്മേളനം സംഘടിപ്പിച്ചത്. SBI പെൻഷനേഴ്സ് ആൻഡ് റിട്ടയേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി വാർഷിക ജനറൽ ബോഡി യോഗം നടത്തി. 25-ന് കൊല്ലത്ത് നടക്കുന്ന സിൽവർ ജൂബിലി വാർഷിക ജനറൽ മീറ്റിംഗിന് മുന്നോടിയായി പടന്നക്കാട് ഗുഡ് ഷെപ്പേർഡ് ചർച്ച് ഹാളിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫിലിപ്പ് കോശി ഉദ്ഘാടനം ചെയ്തു. വളർത്തുവാനായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ആരോഗ്യം നിലനിർത്താനായിട്ട് നമ്മുടെ ബാങ്ക് തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന മെഡിക്കൽ ഫെസിലിറ്റീസ് ലോകത്തിലെ ഒരു സ്ഥാപനം പോലും റിട്ടയർഡ് ആയതിനു ശേഷം അങ്ങനെ കെയറിംഗ് ആയിട്ട് ഒരു സ്ഥാപനം പോലും ഈ ലോകത്തിൽ ഇല്ല. അത് നമ്മൾ അഭിമാനിക്കേണ്ട ഒരു വസ്തുതയാണ്. നമ്മുടെ ചെയർമാൻ ശ്രീ C.V. ഷെട്ടി സാർ അദ്ദേഹം പറഞ്ഞതെല്ലാം ചോദിച്ചാൽ pensioners are not the retirees of State Bank of India. They are the ambassadors of State Bank of India. അത്രയും വലിയ വിലയാണ്. അങ്ങനെ നമ്മുടെ ഈ സംഘടന 25 വർഷം പിന്നിടുകയാണ്. ഈ വർഷം നമ്മൾ സിൽവർ ജൂബിലി ആയിട്ട് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിജയസാർ സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഒരു ഐതിഹാസിക സമ്മേളനമാണ് എവിടെ കൊല്ലത്ത് വെച്ച് നടത്താനായിട്ടുള്ളത്. അതിൽ ബാങ്ക് മാനേജ്മെന്റിന്റെ ആൾക്കാരും നമ്മുടെ ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറിയും ഫെഡറേഷന്റെ പ്രസിഡന്റും മുഖ്യ പ്രഭാഷണം നൽകുവാനായിട്ട് അവര് കടന്നു വരികയാണ്. ജില്ലാ പ്രസിഡന്റ് PV രവീന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ജോസഫ് പാലക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ചെറുവത്തൂർ പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ പത്താനത്തിനെ ആദരിച്ചു. പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കണമെന്നും സീനിയർ സിറ്റിസണിന് റെയിൽവേയിൽ ഉണ്ടായിരുന്ന ഇളവുകൾ പുനഃസ്ഥാപിക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. M. വിജയൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി മനോജ് V. റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ ശങ്കർ പൈ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. A. രാഘവൻ, കോമളവല്ലി, ആരിഷ് K, ശ്രീജിത്ത് VP, രുക്മിണി രാജേഷ് എന്നിവർ സംസാരിച്ചു. M. കൃഷ്ണൻ സ്വാഗതവും VP ബാബു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കാസർഗോഡ് ജില്ലാ ഓഫീസ് കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലേക്ക് പ്രവർത്തനം മാറ്റി. പുതിയ ജില്ലാ ഓഫീസിന്റെ പ്രവർത്തനോദ്ഘാടനം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ നിർവഹിച്ചു. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കാസർഗോഡ് ജില്ലാ ഓഫീസ് കാഞ്ഞങ്ങാട് അലാംപള്ളി പുതിയ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലേക്ക് പ്രവർത്തനം മാറി.
പുതിയ ജില്ലാ ഓഫീസിന്റെ പ്രവർത്തനോദ്ഘാടനം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ നിർവഹിച്ചു. കർഷക തൊഴിലാളികളുടെ മക്കളിൽ ഉന്നത വിദ്യാഭ്യാസ പരീക്ഷയിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ചടങ്ങിൽ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എൻ ചന്ദ്രൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് ആകെ 278 വിദ്യാർത്ഥികളാണ് അവാർഡിന് അർഹരായത്. ഡിഗ്രി, പ്രൊഫഷണൽ ഡിഗ്രി, PG, പ്രൊഫഷണൽ PG, MBBS, പോളിടെക്നിക്, TTC, ITI, B.Ed, പാരാമെഡിക്കൽ തുടങ്ങിയ കോഴ്സുകളിൽ വിജയം നേടിയ കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്തത്. ക്ഷേമനിധി ബോർഡ് മെമ്പർ ബംഗളം കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുഹമ്മദ് സിയാദ് സ്വാഗതം പറഞ്ഞു. കർഷക തൊഴിലാളി യൂണിയൻ നേതാക്കളായ KV കുഞ്ഞിരാമൻ, ഗംഗാധരൻ പള്ളിക്കാപ്പിൽ, വാസുദേവൻ നായർ, സുനിൽകുമാർ, മുഹമ്മദ് കുഞ്ഞി കൂളിയങ്കാൽ, EV ഗണേശൻ, T കൃഷ്ണൻ എന്നിവരും അക്കൌണ്ട്സ് ഓഫീസർ TM ജിജി എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. സീനിയർ സൂപ്രണ്ട് C സന്ധ്യ മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലുകയും ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ KR വിപിൻ നന്ദി അർപ്പിച്ച് സംസാരിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. സംഗമം നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. അജാനൂർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്നേഹവും സാഹോദര്യവും വിളംബരം ചെയ്തുകൊണ്ട് ഇഫ്താർ സംഗമം നടത്തി. കാഞ്ഞങ്ങാട് അഹ്ലൻ റമദാൻ ഫുഡ് സ്ട്രീറ്റിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള പ്രമുഖർ പങ്കെടുത്തു. സംഗമം നഗരസഭാ ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു. പങ്കെടുക്കുന്നതുകൊണ്ട് നമ്മളെല്ലാവരും ചേർന്ന് കാഞ്ഞങ്ങാടിനെ കേരളത്തിലെ മികച്ച നഗരമാക്കാൻ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. ഇവിടെ സംഘടിപ്പിച്ച ഈ ഇഫ്താർ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾക്കിടയിൽ ഇത്തരം ഒത്തുചേരലുകൾ പരസ്പര വിശ്വാസവും സമാധാനവും വളർത്താൻ സഹായിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ക്ലബ് പ്രസിഡന്റ് CMK അബ്ദുള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ലയൺസ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടൈറ്റസ് തോമസ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ലയൺസ് ഡിസ്ട്രിക്ട് സെക്രട്ടറി V വേണുഗോപാൽ, റീജിയണൽ ചെയർപേഴ്സൺ സുകുമാരൻ പൂച്ചക്കാട്, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് CK ആസിഫ്, സംസ്കാര സാഹിതി ജില്ലാ ചെയർമാൻ ബഷീർ ആരങ്ങാടി, സ്ഥാപക പ്രസിഡന്റ് അഷ്റഫ് MB മൂസ, മുൻ പ്രസിഡന്റ് KV സുനിൽ രാജ്, ക്ലബ് സെക്രട്ടറി MK സുബോധ്, മുനിസിപ്പൽ കൌൺസിലർ അനിൽകുമാർ വാഴ്ന്നോരടി, വാർഡ് മെമ്പർ ഗാലിദ് അറബിക്കടുത്ത, ട്രഷറർ M ഹമീദ് ഹാജി, ഗഫൂർ ഹാജി ബേക്കൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇനി പരീക്ഷാക്കാലം. SLC+1 പരീക്ഷകൾ വ്യാഴാഴ്ച തുടങ്ങും. കാസർഗോഡ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 58,721 വിദ്യാർത്ഥികൾ. SLC പരീക്ഷയ്ക്കായി 160 ഹയർ സെക്കൻഡറിക്കായി 101 സെന്ററുകളുമാണ് ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. കാസർഗോഡ് കുറ്റവാളികൾക്ക് പൂട്ടിട്ട് ബേക്കൽ പോലീസ്. നിരവധി ക്ഷേത്ര മോഷണ കേസുകളിലെയും പെരിയ കവർച്ചാ കേസിലെയും പ്രതികൾ പിടിയിൽ. പരത്തടി ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് അവതരണം നടന്നു. വൈസ് പ്രസിഡന്റ് പത്മകുമാരി ബജറ്റ് അവതരിപ്പിച്ചു. കാഞ്ഞങ്ങാട് ടൗണിൽ മുതിർന്ന പൗരന്മാർക്ക് പകൽ വിശ്രമ കേന്ദ്രം പണിയണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. കാരാട്ടുവയൽ പെൻഷൻ ഭവനിൽ വെച്ച് നടന്ന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് K സുജാത ഉദ്ഘാടനം ചെയ്തു. തണ്ണിമത്തൻ കൃഷിയിൽ വിജയഗാഥയുമായി രാവണേശ്വരം തണ്ണോട്ടെ ഉമാ JLG ഗ്രൂപ്പ്. 2026 വർഷത്തെ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നു. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തിയ അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം നിർമ്മിച്ച മിനി ഇൻഡോർ സ്റ്റേഡിയം E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ VV രമേശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചേറ്റുകൊണ്ട് മീത്തൽ വീട് തറവാട്ടിൽ വയനാട്ടുകുലവൻ തേയുംകെട്ടിന് കൂവം അളന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.